അതെന്താണ് ഇന്നാണോ ഏട്ടെ? പക്ഷെ അങ്ങനല്ല, ഒരു തീറ്റക്കാര് കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ പോവുകയാണല്ലോ. ഫുഡ് കൊടുക്കാൻ പോവുക. നമ്മുടെ ടിഷ ബേബിക്ക് ഇതാ ആദ്യ ഉരുള കൊടുത്തിരിക്കുകയാണ് അല്ലേ? എടി വേ പറ. അങ്ങനെ ഗൈസ്, ഇതാ നമ്മുടെ കുട്ടികൾ. എന്താ ഇന്ന് യൂണിഫോം ഇടാത്ത തന്നെ? എന്നിട്ട് എല്ലാം ഫുള്ള് പുറത്താണല്ലോ. പിന്നെ ഇന്നലത്തെ യൂണിഫോമേ മഷിയാക്കിയ മാതിരി കണ്ണ് കണ്ട പെന്നാരതെങ്കിലും പൊട്ടിച്ചു കാണ്ട ഒരു നിബുരും മഷിയാക്കി വന്നാലേ കയ്യും കാലും വെട്ടി മുറിച്ചിട്ടാ. എന്താണ് ഉറുമ്പേറിയോ? ചെവി വേദന ഐഡിയകളെ എന്നാ ചെവി വേദന അല്ല മോനെ, പല്ല് വേദനയാണ്. നോട്ടെ നാട്ടിക ആ കാട്ടാൻ പറഞ്ഞ കാട്ടിയാ മതി. ഞങ്ങൾക്ക് പറഞ്ഞില്ല അവിടെ പുറത്തുണ്ട്. ആ ചെവിക്ക് തന്നെയാണ് വേദന വരിക. ചിലപ്പോ ഇന്ന് സ്കൂൾക്ക് പോയിക്കോ. പറയണേ രണ്ടു ദിവസം കഴിഞ്ഞോളൂ അവളോ ചേട്ടനെ ഊതി കൊടുക്ക. ഉള്ളെങ്ങനെ ഉണ്ടാകുക? തുടങ്ങി ആ ജാതി ഊത്തൂതിയ പിന്നെ ആ മുടിയല്ല പോറ് വിളിക്കല കേട്ടാ നീ. അതെന്താണ് ഇന്നാണോ ഏട്ടെ? അപ്പൊ ഗൈസ്, ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾ ടിഷ ബേബിക്ക് 6 മാസം തികഞ്ഞിരിക്കുകയാണ് ഇന്നത്തേക്ക് അല്ലേ? ഇന്നലത്തേക്ക് 6 മാസം തികഞ്ഞിരിക്കുകയാണ് ഗൈസ്. ആദ്യമായി സ്റ്റേഡിയത്തിൽ ടിഷ ബേബി ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. പാലുടി നിർത്തുക എന്നുള്ളതല്ല കേട്ടോ ഗൈസ്. 2 വയസ്സ് വരെ നമ്മൾ ഭക്ഷണം കൊടുക്കും. 2 വയസ്സ് വരെ നമ്മള് പാല് കൊടുക്കും. എന്ത് ആദ്യ 6 മാസായിനോ? 1.5 വയസ്സ് വരെ. 1.5 വയസ്സ് പറഞ്ഞാൽ 1 വയസ്സ് 3 മാസമായപ്പോ 50 രൂപ. അങ്ങനെ അമ്മക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് ഫ്രണ്ടിനൊന്നും മറ്റൊന്ന് പറഞ്ഞിട്ട് അബ്രുനാണെ കൊടുത്തു കിട്ടും. ടീച്ചറുടെ അടുത്ത് നിന്ന് പൊട്ടും എനിക്ക്. ജുബ്രാനാണെങ്കിൽ പനിയാണ് കേട്ടോ ഗൈസ്. മനസ്സിലുണ്ടോ? പക്ഷെ അവന് മുഖം കൊണ്ടൊക്കെ കാട്ടണാണ്. അതെന്ത് ചില്ലറ അടങ്ങാറൊന്നല്ലോ ആര് എന്ത് 2 ആൾക്കാരെ പങ്ങനുണ്ടാക്കും. കിറ്റ് കേടുന്നു, യൂണിഫോമിന്റെ കുപ്പായം കേടുന്നു. 2 വാട്ടർ ബോട്ടില് കേടെത്തിയോന്. കൊട പോയി. പിന്നെ
ആ കൊട കൊണ്ടുവന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ടീച്ചറോട് ചോദിച്ചോ നിന്റെ കൊട ഇങ്ങനത്തെ കൊടയെന്ന് അറിയാണ്ട്. അതിന് ഇബ്രാഹിമിന്റെ കൊടന്റെ ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് അത് വിട്ടുകൊടുക്ക്. സെയിം കൊടയല്ല അങ്ങനത്തെ തന്നെ അല്ലേ? നിങ്ങൾ ഈ മാഷാബിയർ ടീച്ചർമാരൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കൊടന്റെ ഫോട്ടോ അയച്ചത് പിങ്ക് പിങ്ക് പറഞ്ഞെന്താ ക്യാരറ്റ് മാഷാബിയറിന് ക്യാരറ്റ് ഒക്കെ ഉള്ളതാണ്. ഒരു കാർട്ടൂണാണ് ഒരു ക്യാരറ്റ് ഒക്കെ ഉണ്ട്. ഗൈസ് അപ്പൊ കൊറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ വ്ലോഗ് ഇടുന്നത് അല്ലേ? അല്ലല്ലേ? രണ്ട് ദിവസത്തിന് ശേഷം. അപ്പോൾ പനി പിന്നെ ഞാൻ ഫുട്ബോൾ കളിച്ചിട്ടേ കാലിനൊക്കെ ചെറിയൊരു ഉളുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു മടുപ്പ് തോന്നി. പനി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും കഫക്കെട്ട് മാറിയിട്ടില്ല. ജിബ്രാനും തന്നെ നല്ല കഫക്കെട്ടും പനിയുണ്ട് ഇപ്പോൾ. അപ്പം ഇന്ന് മുതൽ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഗൈസ്. അടംബരത്തിൻ്റെ മറ്റൊരു തലമായ അൻഷഫ് മോനിക്കലിൻ്റെ വ്ളോഗുകൾ ആരംഭിക്കാൻ പോവുകയാണ് ഗൈസ്. അടംബരത്തിൻ്റെ മറുവാക്ക് അൻഷഫ് മോനിക്കൽ വ്ളോഗുകൾ. അടംബരം. ആശീർവദിക്കുക, അനുമോദിക്കുക. അനുമോദനത്തിൻ്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അത് മുറ്റൊക്കെ വൃത്തിയായിക്കണ്. ഇതിപ്പോൾ എന്തേ മുറ്റൊന്ന് വൃത്തിയാക്കണല്ലോ. കുഞ്ഞാളമ്മ വരുന്ന ഗൈസ് മടിച്ചിരിക്കണം. അപ്പം ഇന്നലെ നീച്ചാണ്ട് ഞങ്ങളവിടെ കാക്ക വറക്കണോക്കാണ്. ചിത്രരൂപത്തിലാണ് ഇപ്പം ഇറക്കുക. നിങ്ങൾക്കല്ലേടെ അപ്പം അടുത്ത് ഞാനായി വന്ന് ഓരോന്ന് പറിച്ചെന്നേ. അബ്രു യൂണിഫോം ഇട്ടിട്ടില്ല. അബ്രുവിന് ഇന്ന് യെല്ലോ ഡേ ആണ്. നമുക്ക് അതിനുള്ളിൽ കൂടെ പോകണ്ട. യൂണിഫോം ഇട്ട് നോക്ക അച്ചാളിയാവും. ജപ്പാനോട് പറിച്ചെന്ന് പറഞ്ഞ് നിലത്തുനിന്നൊരു സാധനം കിട്ടിയാലും ഇങ്ങോട്ടൊരു സാധനം ഫ്രണ്ട് ഗിഫ്റ്റ് തന്നു, സമ്മാനം തന്നു പറഞ്ഞ് കൊണ്ടുവരണ്ട കേട്ടോ. ആര് തന്നാലും ഇഞ്ചെ പെറ്റി അങ്ങനത്തെ ഒന്നും വാങ്ങരുത് പറഞ്ഞാലാ. എന്താണ് എന്താണ് ഇവിടെ വന്ന് പാരേ കാണണ്ട. എനിക്ക് കാണണ്ട. ഇങ്ങോട്ട് വേറെ മദ്രസ് ഇത് ബസ്സാണ്ടാ വരുന്നേ. വണ്ടി പറഞ്ഞു പെട്ടല്ലോ മനസ്സിലായി. ഇസ്തിരിപ്പെട്ടി ഓണാ? വയറ് കുത്തിക്കണോ കറണ്ടില്? അതവനക്ക് ഊരാൻ പറ്റേ. ഇന്ന് രാവിലെ മഴയൊന്നുമില്ലല്ലോ കഴിഞ്ഞോളെ. എന്ത് ടിഷുമാനെ കാണിച്ച ടിഷുമ ഇന്ന് വാരി മുണുങ്ങണ്ട നമ്മള്. മുണുങ്ങണ്ടേ? നമുക്ക് ഈ സ്ഥലം ഒന്നങ്ങട്ടെ പുല്ലൊക്കെ വെട്ടിക്കാണ്ടേ നിരത്തിയിട്ടേ കുറച്ച് റംബുട്ടാൻ്റെ തൈകളും കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ കുഴിച്ചിടണം കേട്ടോ ബ്രോ. തൊള്ള തുറന്ന് പറയടാ. ഫ്രൂട്ട്സ് വിരിഞ്ഞിട്ട് തിന്നാണ്. ഞങ്ങളല്ലേ
ഗൈസ് അങ്ങനെ ബസ് വന്നിരിക്കുകയാണല്ലോ. കയറിക്കോളൂ. ഇവിടെ കിട്ടിയിട്ടില്ലല്ലോ. അത് ഞാൻ പറയുമ്പോഴേ സ്കൂളിൽ ഒരു കുട കിട്ടിയായിരുന്നല്ലോ. ആ കുട മാറി അതന്നെ ഇക്കാരം. എന്താണെന്ന് കൊടുക്കുക? നെയ്ച്ചോറും കോഴിയോ? ബിരിയാണി നീ വാങ്ങിക്കളാ. ഒന്നും ചിക്കനല്ലേ അല്ലേ? ഓനിപ്പോ കയറില്ല തന്നെയല്ലല്ലോ. എന്താ നല്ല ഉള്ളേ? കരിമീൻ, നാടൻ അയില. ഇതാണ് നാടൻ അയില അല്ലേ? അയിലെന്തായാല 240. ഇത് കരിമീന് 120. നന്നാക്കി തരുമല്ലോ അല്ലേ? മത്തി പക്ഷെ മത്തി നാടൻ തന്നെയാണിത്. കാരണം ഇതാ പരന്ന ടൈപ്പ് മുള്ളില്ല മത്തിയല്ലേ? ആണെങ്കിൽ ആ നടപ്പ കണ്ടിട്ട് മുള്ളുള്ള ആ പരന്ന മത്തി ഉണ്ടല്ലേ. എത്ര വില? 140. ആ ഇപ്പൊ കാണിച്ചു തരും, ഇപ്പൊ കാണിച്ചു തരും കേട്ടോ. എന്നാ കരിമീൻ എടുക്കല്ലേ? എടി വേ പറ. കണ്ടോ? കണ്ടില്ലേ? മത്തി എടുത്തിട്ട് 1/2 കിലോ അല്ലേ? കായലത്തെ കരിമീനല്ലത്? അതോ കോറിത്തതോ? കാക്കൊക്കെ ഇപ്പൊ ഒരു കരിമീൻ കിട്ടിയാൽ കൊള്ളാന്നുണ്ട് കേട്ടോ. മേലെന്നേ വിഷുവാ ഇന്ന് കരിമീനും കൂട്ടിയാട്ടോ ചോറുന്നണേ കേട്ടോ. എന്ത് പറ്റുണ്ടാവില്ലേ? ഓനക്ക് പനിയാ വരുന്നവരോടൊക്കെ ഓനക്ക് പനിയാരൊക്കെ. മത്തിയായില്ലേടാ രസം? ഏതല്ലേ ഞാൻ ആയില്ലേക്കോട്ടെ അല്ലേ? കുഞ്ഞനുമാണ് അല്ലേ? അത് കഴിഞ്ഞ് പോയിക്കോ മോനെ. ആ ഉള്ളിൽ കയറൊന്നുമില്ല. അങ്ങനെയൊക്കെ അപ്പം നമ്മൾ നായിക്ക് ഒരു മത്തി കൊടുത്തിക്കണം കേട്ടോ. നായി എന്താ തിന്നണത്? ആ മീനിൻ്റെ ഇതാണ് രേള. അതൊക്കെ തിന്ന, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. സൂപ്പറല്ലേ? സൂപ്പറല്ലേ? ആ കഴിഞ്ഞിടത്തേക്ക് അധികം പോകണ്ട മോനെ. അതൊക്കെ മേത്തേക്ക് ചാടിയാലേ പിന്നെ അതിനെ കൊണ്ട് കൊടുക്കും. പോയിക്കോട്ടോ, തിന്നിട്ട് പോയിക്കോ കേട്ടോ. അയ്യേ ഇങ്ങോട്ട് വരണ്ട.
അതെനിക്ക് നല്ലീനല്ല, എൻ്റെ നല്ലീനാണ് പറയുന്നത്. ഇവിടെ ഉള്ളത് അജാതി ഐറ്റം സാധനത്തുകളാണ് ഇവിടെ ഉള്ളത് അല്ലേ. അന്നെ മയ്യത്താക്കുന്ന അയ്യവേ പൊയ്ക്കും. ചാവത്ത് കുഞ്ഞൊന്നും ഇറങ്ങട്ടെ അല്ലേ. ഇത് നമ്മളൊരു പുതിയൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് ഗൈസ്, നമ്മൾ കാണിച്ചു തരുന്നത്. ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. ടിഷ ബേബി അവിടെ പാട്ടൊക്കെ ഇട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ടിഷ ബേബിക്ക് ഫുഡ് കൊടുക്കുന്ന ദിവസമാണ്. അപ്പൊ അതിന്റെ മുന്നോടിയിട്ട് ഞങ്ങൾ ഇതൊന്ന് ട്രയൽ ചെയ്യാണ് അല്ലേ, എങ്ങനെയാണ് ഇതൊക്കെ കഴിക്കല് എന്നുള്ളത് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഗായ്സ്. ഗായ്സ്, നമ്മുടെ ടിഷ ബേബിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഏറ്റവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ടിഷ ബേബി. അതെ, പക്ഷെ അങ്ങനെയല്ല, ഒരു തീറ്റക്കാര് കൊടുക്കണം എന്നുള്ളതാണ്. തീറ്റക്കാര് കൊടുക്കണം എന്നുള്ളതാണ് ഇതിന്റെ നിയമം. സാധാരണ ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഞാൻ, അല്ലാതെ ഒരു തീറ്റ എഴുതിയാണ്ടൊന്നുമില്ല. ജീവിക്കാൻ വേണ്ടിട്ട് തിന്നല്ലേ. കുളിച്ച് കഴിഞ്ഞിട്ട് ഓള് പാലെടുത്തിട്ട് ഉറങ്ങീനി കണ്ടിങ്ങനെ പോയി. ഞാൻ വേഗം ഉമ്മ വരുമ്പോഴത്തേന് വേഗം ഇളക്കി പുറത്തു കൂടെ കൊണ്ടുപോയി പറഞ്ഞത്. ഞാൻ അതിന്റെ പരിപ്പാട് എടുത്തോട്ടോ. എന്താ ഉമ്മ ചോദിച്ചേ? ഇത് 2 നേരത്തിനല്ല, ഇവിടെ അങ്ങനെ പഴകിയത് ഞങ്ങൾ തിന്നാറില്ല. ഒറ്റ നേരം എന്തൊക്കെയാണ് കൊടുക്കണത്? ശർക്കര മിക്സ് ചെയ്ത് അങ്ങനെ പറയണം. ഓക്കെ, ശർക്കര മിക്സ് ചെയ്ത്. എന്താണ് മൈസൂർ പഴം വേണ്ട? ഇവിടെ ഉണ്ട് സ്പൂണൊക്കെ. സ്പൂണൊക്കെ ഇവിടെ ഉണ്ടോ? സ്പൂൺ കൊണ്ടൊന്നല്ല കൊടുക്കുക. തൊലി വേണം, ഇങ്ങനെ പകുതി തൊലി വേണോ? ആ കത്തിന്റെ അടുത്ത് മാറുന്നേ. തന്നോ അങ്ങനെ ഞാൻ കാണട്ടെ, പോലും കാണട്ടെ. അവിടെ അച്ചർക്കാ തന്നിക്കണത് കരിമീനാങ്ങിനെ ഞാൻ ചെയ്തുതരാൻ പറഞ്ഞാ ചെയ്തല്ലോ. മനസ്സല്ലോ കുട്ടികളെ നോക്കണം. മീന് തോലി ഇതും വേണം പറഞ്ഞ ആലോചിച്ചിട്ട് നമ്മൾ ചെറുക്കളയല്ലേ, ഇങ്ങനെ തോലി തമ്മിക്കണമെന്ന് അറിയില്ലല്ലോ. എന്തോ കജ്ജ് കുത്തിക്കതൊക്കെ കുത്തിപ്പ് കുറച്ച് ചോര വന്നിട്ട് അമ്മായിമാന്റെ മരിയോളി ഇത് കഴിയുമ്പോഴത്തെ കുട്ടി പഴിച്ചാണ്ട് ഉറങ്ങുമല്ലോ. ശർക്കര മിക്സ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങോട്ടാണ്? എങ്ങനെയാന്ന് വെച്ചാലോ പണ്ടത്തോ ഇങ്ങനെ പറയണേട്ടോ. പിന്നെ ഇങ്ങനെ ചക്കരും പഴം കൂട്ടിക്കഴിഞ്ഞ് ഞാനല്ലോ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്ത ഓർമ്മല്ല. ഇഞ്ഞമാക്ക് വരുന്നുള്ളല്ലോ കൊടുക്കല്ലേ. ഇതാണെങ്കിൽ വന്നിട്ടുമില്ല ചോറ്, നല്ല വേഗില്ല ചോറാണ്. കുട്ടിക്ക് ബേബി കടിച്ചു മുറിച്ച് തിന്നാളോണ്ടിട്ടോ. ചെറിയ ജാറിലിട്ട് ഒന്ന് ജ്യൂസ് പരിവായിക്കളാ, കാരണം ചെറിയ കുട്ടീന്റെ ബേബി ചോറ് തിന്നാൻ പോവുകയാണ്. മാമ തിന്നാൻ പോവുകയാണ്. ഇത്രയൊക്കെ തിന്നോ ടിഷ ബേബി? ഇത്രയൊക്കെ തിന്നോ ടിഷ ബേബി? എന്റെ കുട്ടിന്റെ പൈപ്പൊക്കെ മാറി കണ്ട ഉറങ്ങോളെ. വാളാച്ച മുടങ്ങിയാണ്ടേ നോക്കാനാ ഉണ്ടാക്കണേ. അനക്കാണത് ബേബിയെ, അനക്കാണ്. ആ കജ്ജ് പോകും.
തിന്നണ കാണിച്ചെടുത്ത് നോക്കാൻ വരിക. നമുക്ക് അപ്പൂച്ച എപ്പോഴും കളഞ്ഞ് ആരും വേണ്ട ആട് വേണം ആട് വേണ്ട ആട് വന്നോട്ടെ അങ്ങോട്ട് വരട്ടെ കുറച്ച് കിട്ടാൻ അങ്ങോട്ട് ഒഴിയപ്പോഴാണ് അങ്ങോട്ടാണ് ശർക്കര അങ്ങോട്ട് നോക്കല്ലേ അങ്ങനെ നോക്കല്ലേ നേരത്തിൽ പൂച്ചാണ് മണ്ടപ്പൊടി അത് ഇങ്ങനെ അടുക്കളയിൽ കയറാനേ കൂടി ആയിക്കൂടി അവിടെ പൂച്ച ചവിട്ടി കയറിയിട്ട് ചളി കഴിക്കണേ. ഈ പൂച്ച എല്ലാം ഉള്ളിൽ കയറാ. ഒരു കാപ്പിയും കറുപ്പും ഒക്കെ ഉള്ളിൽ കയറാനും പറഞ്ഞ പൂച്ചയാണെങ്കിൽ ഇത്ര ധൈര്യത്തിലൂടെ വന്ന് നിൽക്കൂലേ. അപ്പൊ അൻഷിഫ് മുഖന്റെ വീട്ടിലൊക്കെ പൂച്ച ഇങ്ങനെ കയറി നിക്കണം എന്നുണ്ടെങ്കിലേ പൂച്ചന്റെ ധൈര്യം എത്ര കൊല്ലൂരേ പൂച്ചനെ അങ്ങനത്തെ പൂച്ചക്കൊന്നും ഒരു നിലയും വിലയില്ലേ നമ്മളെ പെരക്കാര്. എല്ലാ പെരക്കാരും മെലിയും മെലി ഉണ്ടായിട്ടപ്പൊ പൂച്ചാള് അയറ്റങ്ങൾക്ക് തിന്നാൻ കിട്ടാത്ത എന്താണ് പുറത്ത് കൊണ്ടിട്ടൊട്ടാലും വേണം അവിടുന്ന് അയറ്റക്ക് കട്ട് തിന്നണം. ഹല്ലം പോലോ അങ്ങനെ ഗായ്സ് ഞങ്ങളിതാ പേടിച്ചു. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ടിഷ ബേബിക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണല്ലോ. ആണല്ലോ ആണല്ലോ ഫുഡ് കൊടുക്കാൻ പോവുകയാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ പോവുകയാണല്ലോ. ടിഷ ബേബിക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണല്ലോ. ആണല്ലോ ആണല്ലോ ടിഷ ബേബിക്ക് ഫുഡ് ആണല്ലോ ആണല്ലോ ടിഷ ബേബിക്ക് ഫുഡ് സ്റ്റെപ്പായി എങ്ങനെ കൊടുക്ക കിടത്തിയാണ്ടോ ഇരുത്തിയാണ്ടോ പറയാതെ മണ്ടിച്ചത് കൊടുക്കുക. ഇതിനൊരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടേ. നമ്മുടെ ടിഷ ബേബിക്ക് ഇതാ ആദ്യ ഉരുള കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇത് തിന്നലാണേ. ഞാനാണല്ലോ തന്നിക്കണിഞ്ഞ ഇത്രയും കാലം പഴിച്ച് നടന്നിട്ട് പഴിച്ചിങ്ങാനിട്ട് എന്റെ പൊത്തപ്പാളും തന്നിങ്ങാണ്ട് ഇങ്ങനെ കുത്തിനീഞ്ഞ് തിന്നോളി തിന്നണി തിന്നണി അല്ല പിന്നെ തന്നെ ആ മൂക്ക് മൊത്തം തടച്ചെടുത്തടി അല്ലെ മൂക്ക് കൂടെ ഒക്കെ അയക്കണം. അത് സ്പൂണിൽ ഒന്നായിട്ട് ഓവർലോഡ് ആക്കിയിട്ടാണ് അത്. സ്പൂണിൽ കിട്ടണില്ല ബാലയാണ് പ്ലാസ്റ്റിക് ആയിട്ട് ഒട്ടി. നേരത്തെ ഒരു സ്പൂണ് നല്ലോണം തൊള്ളിക്കൊണ്ട് പോയി. ഉളയ്ക്ക് അപ്പൊ സ്പൂൺ ബെൻഡ് വരുമ്പോത്തിന് എന്നെ നോക്കുന്നല്ലേ ഇത്രയും കാലം നിങ്ങള് ഇതൊക്കെ ഉണ്ടായിട്ട് ഇനിയാണ് ടിഷാപ്പൂന് പറ്റിക്കണ മാമു. ഈ വൈകുന്നേരം തരണ്ട് വെച്ചിട്ടാ നോക്കുമ്പോ തൊടുന്നതിനൊക്കെ ഇഷ്ടല്ല. ആ സ്റ്റെപ്പുണ്ടാ എന്താണ് അങ്ങോട്ട് തിന്നോട് ചൊറുക്കായിട്ടിന്റെ കുട്ടി. ശരിക്കും ഫസ്റ്റ് ഇങ്ങനെ ഈത്തപ്പഴോ തേനോ അങ്ങനെയൊക്കെയല്ലേ കൊടുക്കല്? ഈത്തപ്പഴോ കുട്ടിയുണ്ടോന്നോ? അഞ്ച കുട്ടിയാണ് ഞങ്ങളൊക്കെ. 5 കുട്ടിയല്ലേ എന്റെ അപ്പച്ചി. എന്റെ അപ്പച്ചിയാണ് അമ്മമാരുടെ കുട്ടി, വലിയ കുട്ടി. നിങ്ങള് ചെറിയ കുട്ടികളെ
നിങ്ങൾ പിഞ്ചു കുട്ടികള് ഇപ്പൊ ഉമ്മമാന്റെ വലിയ കുട്ടി ഇപ്പച്ചി, അന്റെ അപ്പച്ചി, ഇനാന്റെ അപ്പച്ചി. എന്റെ അപ്പച്ചിയുണ്ട് വീട്ടിലുണ്ടോ? പോയിട്ടില്ല. അവിടെ പിന്നെ ഇതൊക്കെ എടുത്തിടണം, ചെടികളൊക്കെ മുറ്റത്തുനിന്നേ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്ക. ഇപ്പി എന്താണ് കത്തോണ്ട് മുറിച്ച അല്ലേ ചാക്കിലൊക്കെ ഇതാക്കിയിട്ടില്ലേ ഞാൻ മുറ്റത്തല്ലേ ഇനോ ഒക്കെ പപ്പത്തൊക്കെ കാണാത്തോടത്തേക്ക് എടുത്തേക്ക മുറ്റത്തുനിന്നേ. ചാക്കിലാക്കിന് മുളകും തജ്ജ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഉള്ളി കഴിക്കണ ഏകദേശം പള്ളാറിന് ഉമ്മന്റെ കുട്ടിക്ക് പപ്പമാര് ഇനി വൈകുന്നേരം ദിവസം എന്തെങ്കിലും തരാൻ പറഞ്ഞോടി. വൈകുന്നേരം ചോളാണ്ടിയോ എന്തെങ്കിലും ദിവസം മരുകിയാണ്ടേ ബലി തിന്നാണെങ്കിൽ പൊടി ഉണ്ടാക്കി കൊടുത്താലും മതി. കുന്നങ്കായല്ലേ അത് സർലാക്കൊക്കെ പറ്റും. എല്ലാം പറ്റും, എല്ലാം കൊടുക്കും, പേടിച്ചണ്ട. അത് വലിച്ചെറിയാൻ വാങ്ങിയതല്ല, ഒക്കെ കൊടുക്കും. പാക്കറ്റ് വാങ്ങിക്കണേ, സെർലാക്കിന്റെ പാക്കറ്റ് വാങ്ങിക്കണേ, ഇങ്ങനെ എടുത്ത് പറയണ്ട. അല്ലേ കൊടുക്കണേ അങ്ങനെയാണ് കുഞ്ഞോളെ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ പറയണേ നമ്മളെ കുട്ടിക്ക് തന്നെയല്ലല്ലോ. എന്തിനാണ് സ്പൂൺ വാങ്ങണ? ആ സ്പൂൺ നിങ്ങൾ ആരും തൊടാൻ പാടില്ല, അത് ഓളെ സ്പൂൺ തന്നെ. ചവിട്ടി പൊളിച്ചോള് തൊള്ളിക്കട എത്തുന്ന തിന്നാൻ പോവാണ് ടീഷ ബേബിയിലെ. വേണ്ട വർഷ പറഞ്ഞ മാതിരി ഞാൻ തിന്നണ ഫാമിലി ഞങ്ങളത്. ഒരു പറ്റൊക്കെ ഉടഞ്ഞിട്ടല്ലോ. പ്ലാസ്റ്റിക്കിന്റെ കയ്യിലാതാകണ്ടേ ഇതാവൂല, കുട്ടിക്ക് വരുത്താവൂല. മറ്റേ തൊണ്ണിലൊക്കെ കുത്തിയാലേ ചാട്ടത്തിന് ഒരു അംഗനവാടി ടീമാണോ? അംഗനവാടി നിരത്താനാണ് ഒരു പോക്ക്. ഒരു വന്ന് പറഞ്ഞാൽ ഓൻ രണ്ടാളും അംഗനവാടിക്ക് എത്തിയാ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഒന്ന് നല്ല അന്തിക്കൊക്കെ പനി. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ ടീഷ ബേബിന്റെ ഫുഡ് കൊടുക്കൽ ചടങ്ങായിരുന്നു ഇന്ന്. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായില്ലേ? കാരണം ഞങ്ങളൊക്കെ പറഞ്ഞാൽ ഞം തിന്നാനുള്ള ഫാമിലിയിൽ പെട്ടതാണ്. അവിടെ ഞങ്ങളൊക്കെ നല്ലോണം ഞം തിന്നു. കാരണം ഞങ്ങളുടെ നേതാവ് ആയിഷ, നിങ്ങൾക്കറിയാമല്ലോ, ഞം മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ഞമാണ് മെയിന് അല്ലേ? ഞം ആയിഷ. ജിമ്മിന് പോയ ചോറ് ഇതൊന്നും തിന്നാൻ പറ്റൂലോ. ഞാൻ വെറുതെ പോക്കുണ്ടോ? ഇന്നലെ തൊട്ട് ഇതായി വൈകുന്നേരമാണ് പോണത്. ജിമ്മിന് പോയ കോമഡി അതല്ല വലിയവരൊക്കെ ഉണ്ടല്ലോ പോയ കോമഡിക്കാരൻ പറയാം. നമ്മളാ സൈക്കിൾ ജിമ്മിൽ തന്നെ ചോട്ടിയാൽ മതിയല്ലോ. പൂ കളിച്ച് ഊരവേദന ഒരു ദിവസം ഊരവേദന കൂടുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ വേണ്ടായിരുന്നു. നിങ്ങളൊന്നും റിസ്ക് എടുക്കണ്ട. നിങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ അരിച്ചരിച്ച് പോണ മാതിരി ഇങ്ങനെ പോയാൽ മുട്ടിന് തേയ്മാനുണ്ട് ഊരൊക്കെ. 2 ദിവസം നേരം പെട്ടാൻ വെച്ചാൽ സ്ഥിരമായിട്ട്